ഹലോ മൈ ഡിയർ KSFE സ്റ്റാഫ്സ്, നമ്മൾ നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഹിൻ്റൊന്നും എനിക്ക് ലഭ്യമല്ല. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ആൻസർ ഹിൻ്റ് ഉള്ളവർ നമ്മൾ ഈ പറയുന്നതിനകത്തൊക്കെ ചിലപ്പോൾ എ പാർട്ടുകൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ചിന്തയും മറ്റ് ചിന്തകളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ചില മൈന്യൂട്ട് ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവാം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. എൻ്റെ ഈ ലഭ്യമായ ക്വസ്റ്റിനകത്ത് ആൻസർ ഹിൻ്റൊന്നുമില്ല. ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ആൻസർ ഹിൻ്റൊക്കെ കാണുമായിരിക്കും. അതും കൂടെ വെച്ച് നോക്കുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തുക. ദ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് വിച്ച് റെക്കഗ്നൈസസ് ആൻഡ് റിക്കാർഡ്സ് both the debit and credit aspects of transactions. അതായത് there is a double entry system. Under double entry system or dual aspect principles, every transaction has two aspects. And one element should be debited and another element should be credited. ഇതൊക്കെ ആദ്യത്തെ ക്ലാസ്സിലെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് വിച്ച് റെക്കഗ്നൈസസ് ആൻഡ് റിക്കാർഡ്സ് both the debit and credit aspects. That means the debit element and the credit element, that is known as the double entry system. അടുത്ത ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഞാനത് ആൾറെഡി പഠിപ്പിച്ചില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ മാത്രം പറയുന്നു. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അത് എൻ്റെ കണക്ക് ഞാൻ പഠിപ്പിക്കാം, അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സുകാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷ് ബുക്ക്, അതായത് ബാങ്ക് അക്കൗണ്ടും ബാങ്കുകാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രിപ്പയർ ചെയ്യുന്ന പാസ്ബുക്കും തമ്മിൽ പലപ്പോഴും വ്യത്യാസം വരും. ഇത് തമ്മിൽ തിരുത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. ജസ്റ്റ് ഇതിനു വേണ്ടി മാത്രമെന്ന് പറയുന്നു. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സുകാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷ് ബുക്ക്, ഈ ക്യാഷ് ബുക്കിനെയാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് എന്ന് വേണേൽ പറയാം. ശ്രദ്ധിക്കണേ, ബിസിനസ്സുകാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്, ഈ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ബുക്കിലെ ന്യൂമറിക് ഫിഗറും പാസ്ബുക്കിലെ ഫിഗറും തമ്മിൽ പലപ്പോഴും വ്യത്യാസം വരും. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ബിസിനസ്സുകാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസ് 25,000, എന്നാൽ പാസ്ബുക്കിലെ ബാലൻസ് 24,000 ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും രണ്ട് ബാലൻസും തമ്മിൽ വ്യത്യാസം വന്നു. ഈ രണ്ട് ബാലൻസും തമ്മിൽ യഥാർത്ഥത്തിൽ എന്ത് വരാൻ പാടില്ല? വ്യത്യാസം വരാൻ പാടില്ല. എന്നാൽ പല കാരണങ്ങളാലും, അത് അടുത്ത ക്ലാസ് ഞാൻ പറയാം, പല കാരണങ്ങളാലും ഈ രണ്ട് അക്കൗണ്ടിലെയും ബാലൻസുകൾ തമ്മിൽ എന്തുണ്ടാകും? ഡിഫറൻസ് ഉണ്ടാകും. ഈ ബാലൻസുകൾ, ഈ ഡിഫറൻസ് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? കസ്റ്റമറാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കസ്റ്റമറാണ്. ഹൗ മെനി അക്കൗണ്ട്സ് ആർ ദെയർ ഇൻ 3 column ക്യാഷ് ബുക്ക്? 3 column ക്യാഷ് ബുക്കിൽ 3 അക്കൗണ്ടാണ് എന്നാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളുമായി ബന്ധപ്പെട്ട ആരോ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പഠിപ്പിച്ച സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ കുറച്ച് പേരെ നേരത്തെ പഠിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറേ 2 എന്നാണ് ആൻസർ ഹിൻ്റ് കിടക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു. സാധാരണ ഞങ്ങളൊക്കെ പഠിച്ചേക്കുന്നത് 3 column ക്യാഷ് ബുക്കിൽ 3 അക്കൗണ്ടാണ് വരുന്നത്, ക്യാഷ്, ബാങ്ക്, ഡിസ്കൗണ്ട്. എന്നാൽ ആൻസർ ഹിൻ്റ് 2 എന്നാണ്. ചിലപ്പോൾ ഡിസ്കൗണ്ടിനെ അവർ എന്താണ് അക്കൗണ്ടായിട്ട് കണക്കാക്കുന്നില്ലായിരിക്കാം. എന്തായാലും ആ ആൻസർ ഹിൻ്റ് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്ത് അതിൻ്റെ ആൻസർ ഹിൻ്റ് നോക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ആൻസർ ഹിൻ്റ് ഒന്നുകൂടെ അതിൻ്റെ ആൻസർ കീ എടുത്ത് ചെക്ക് ചെയ്യുക. ആൻസർ കീ എന്തെങ്കിലും ഇല്ല. അടുത്ത ഇൻവെൻട്രി ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് റെഫറൻസ്. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ്, സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. അതായത് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ഒന്നുകിൽ കോസ്റ്റ് പ്രൈസിനായിരിക്കും അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിലായിരിക്കും. വിച്ച് എവർ ഈസ് ലെസ്, ഏത് പ്രിൻസിപ്പിളാണ് അല്ലെങ്കിൽ ഏത് കോൺസെപ്റ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കോൺസർവേറ്റിസം കോൺസെപ്റ്റാണ്. കോൺസർവേറ്റിസം കോൺസെപ്റ്റിൻ്റെ പ്രത്യേകത അതൊക്കെ ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. കോൺസർവേറ്റിസം കോൺസെപ്റ്റിൽ എൻ്റെ എക്സാമ്പിളായിട്ട് നമുക്കെന്തോ പറയാം?
ആദ്യത്തെ ക്ലാസ്സൊക്കെ കിട്ടാത്തവർക്ക് അത് മനസ്സിലായി കാണത്തില്ല. ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ്, സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ്, ഇൻവെൻട്രി ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ്, വിച്ച് എവർ ഈസ് ലെസ്, ദാറ്റ് ഈസ് ദ കൺസർവേറ്റിസം കോൺസെപ്റ്റ്സ്. അതാണ് ആൻസർ. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. ടോട്ടൽ അസറ്റ്സ് 6,06,000, സെക്യൂർഡ് ലോൺ 1,00,000, അൺസെക്യൂർഡ് ലോൺ 60,000, കണ്ടിജൻറ്റ് ലൈബിലിറ്റി 1,46,000, ക്യാപിറ്റൽ എത്രയാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു ബാലൻസ് ഷീറ്റ് റഫായിട്ട് വേണം നോക്കിയാൽ മതി. ബാലൻസ് ഷീറ്റ് എന്താണ്? ലൈബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട്. ലൈബിലിറ്റിയിൽ വരുന്നതാണ് സെക്യൂർഡ് ലോൺ 1,00,000, അൺസെക്യൂർഡ് ലോൺ 60,000 ലൈബിലിറ്റിയിൽ വരുന്നതാണ്. ഇനി കണ്ടിജൻറ്റ് ലൈബിലിറ്റിയുടെ പ്രത്യേകത മേ ഓർ മേ നോട്ട് ബി ഹാപ്പൻഡ്, സംഭവിക്കാം സംഭവിക്കാതിരിക്കാം. അതൊരു ഫുട് നോട്ടായിട്ടാണ് എഴുതുന്നത്. അതൊരിക്കലും ബാലൻസ് ഷീറ്റിൻ്റെ ഇന്നറിൽ എഴുതുന്ന ഐറ്റം അല്ല. ശ്രദ്ധിക്കണേ, ബാലൻസ് ഷീറ്റിൻ്റെ ഇന്നറിൽ എഴുതുന്ന ഐറ്റം അല്ല. അത് നിങ്ങളെ തെറ്റിക്കാനായിട്ട് തന്നിരിക്കുകയാണ്. ബാലൻസ് ഷീറ്റിൻ്റെ ഇന്നറിൽ എഴുതുന്ന ഐറ്റം അല്ല എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി ആയിട്ട് എന്ത് എഴുതാൻ പാടില്ല? കണ്ടിജൻറ്റ് ലൈബിലിറ്റി എഴുതാൻ പാടില്ല. അപ്പോൾ ലൈബിലിറ്റി ആയിട്ട് ഇവിടെ നമുക്ക് 5ാമത്തെ ക്വസ്റ്റിനകത്ത് ഏതൊക്കെ ഉള്ളൂ? സെക്യൂർഡ് ലോണും ഉണ്ട്, അൺസെക്യൂർഡ് ലോണും ഉണ്ട്. ഇനി ക്യാപിറ്റൽ എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ക്യാപിറ്റൽ അവിടെ എഴുതിയിട്ട് കണ്ടുപിടിക്കേണ്ട, ക്യാപിറ്റലാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ടോട്ടൽ അസറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 6,06,000. ടോട്ടൽ അസറ്റ് 6,06,000. അതായത് അസറ്റും ലൈബിലിറ്റീസും എപ്പോഴും ഈക്വൽ ആയിരിക്കണമല്ലോ. അപ്പം ടോട്ടൽ അസറ്റ് 6,06,000 നിന്നും സെക്യൂർഡ് ലോണും അൺസെക്യൂർഡ് ലോണും കുറയ്ക്കുമ്പോൾ ക്യാപിറ്റൽ കിട്ടും. ശരിയല്ലേ? ഏത് പരിഗണിക്കേണ്ട കാര്യമില്ല? കണ്ടിജൻറ്റ് ലൈബിലിറ്റി പരിഗണിക്കേണ്ട കാര്യമില്ല. ബാലൻസ് ഷീറ്റിനകത്ത് വരുന്ന ഒരു ഐറ്റം അല്ല കണ്ടിജൻറ്റ് ലൈബിലിറ്റി. മനസ്സിലായല്ലോ? അപ്പോൾ എമൗണ്ട് 4,46,000. ഇതൊക്കെ ചെയ്ത് നോക്കിക്കോണം. 4,46,000 വരും ക്യാപിറ്റൽ. അടുത്ത 6ാമത്തെ ചോദ്യം എന്താണ്? 40,000 രൂപയുടെ ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ. തീപിടുത്തമുണ്ടായി 40,000 രൂപയുടെ ഗുഡ്സ് നശിച്ചു. നമ്മളിത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലെയിം റിസീവ്ഡ് 28,000 രൂപ നമുക്ക് കിട്ടി. ഇത് റവന്യൂ റെസിപ്റ്റാണ്. കാര്യം ഈ ഗുഡ്സ് വിറ്റ് ക്യാഷ് ആവേണ്ടതായിരുന്നു. ശ്രദ്ധിക്കണേ, ഈ ഗുഡ്സ് വിറ്റ് ക്യാഷ് ആവേണ്ടതായിരുന്നു. എന്നാൽ ഈ ഗുഡ്സ് എന്ത് ചെയ്തു? തീപിടുത്തം മൂലം നശിച്ചു പോയി. ഗുഡ്സ് വിറ്റ് എന്താവേണ്ടതായിരുന്നു? ശ്രദ്ധിക്കണേ, ഗുഡ്സ് വിറ്റ് ക്യാഷ് ആവേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ സെയിൽസ് ആവേണ്ടതായിരുന്നു. എന്നാൽ തീപിടുത്തം മൂലം നശിച്ചു പോയി. ഇവിടെ നമ്മൾ എന്ത് ചെയ്തായിരുന്നു? ഒരു ഇൻഷുറൻസ് എടുത്തായിരുന്നു. ഇൻഷുറൻസ് കമ്പനി 28,000 കിട്ടി. റവന്യൂ റെസിപ്റ്റാണ് ആൻസർ. അടുത്തെന്താണ്? നിങ്ങളുടെ ആൻസർ ഹീയൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോണേ. ഇൻ ദ ജേണൽ ആൻഡ് ലെഡ്ജർ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ജേണൽ ലെഡ്ജറിലും ട്രാൻസാക്ഷൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ജേണലിൽ ക്രോണോളജിക്കൽ ഓർഡറിലാണ്, ലെഡ്ജറിൽ അനലിറ്റിക്കൽ. അപ്പോൾ ആൻസർ എന്തോ വരും? ക്രോണോളജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ. അടുത്തെന്താണ്? 50% ഓഫ് കോസ്റ്റ് ഈക്വൽ ടു ഡാഷ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്. ശ്രദ്ധിക്കണേ, അടുത്ത ക്വസ്റ്റ്യൻ. 50% ഓഫ് കോസ്റ്റ്. അപ്പോൾ കോസ്റ്റിൻ്റെ 50%, സെയിൽസിൻ്റെ എത്ര ശതമാനം വരുമെന്ന്? അത് നമ്മൾ കോസ്റ്റിനെ 100 സങ്കല്പിക്കാം. വേണമെങ്കിൽ നിങ്ങളതൊക്കെ റഫായിട്ട് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണക്കൊക്കെ അറിയാവുന്നവരാണ്. കോസ്റ്റിനെ 100 സങ്കല്പിക്കാം. അപ്പം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 100 × 50 / 100 എത്ര വരും? 50 വരും. 100 × 50 / 100 എത്ര വരും? 50 വരും. അപ്പം കോസ്റ്റിനെ 100 സങ്കല്പിക്കുമ്പോൾ പ്രോഫിറ്റ് 50 അല്ലേ വരുന്നത്? അതങ്ങനെ പ്രോഫിറ്റ് 50 വന്നാൽ 100 × 50 / 100 50. കോസ്റ്റിനെ 100 സങ്കല്പിച്ചു. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണല്ലോ. സെയിൽസ് എന്ന് ശ്രദ്ധിച്ചോണേ, ഞാൻ ഒന്നും ആൻസറൊന്നും അയക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സെയിൽസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് എത്രയുടെ? കോസ്റ്റ് നമ്മൾ എത്ര സങ്കല്പിച്ച? 100. പ്രോഫിറ്റ് എത്രയാണ്? 50. അപ്പോൾ 150. അപ്പം പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് × 100 അടിക്കുമ്പോൾ നമുക്ക് സെയിൽസിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. പ്രോഫിറ്റ് എത്രയുടെ? 50. സെയിൽസ് എത്ര? 150. എങ്ങനെ 150 വന്നേ? നമ്മൾ കോസ്റ്റിനെ 100 സങ്കല്പിച്ചേ. കോസ്റ്റും പ്രോഫിറ്റും ഇവിടെ ചേരുന്നില്ലേ? സെയിൽസ്. അപ്പം 150. അപ്പോൾ 50 / 150 × 100 ആൻസർ 33.33333% വരും, അല്ലെങ്കിൽ 1/3 വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 50% ഓഫ് സെയിൽസ് ഈക്വൽ ടു 33.3333% ഓഫ് സെയിൽസ്. ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറഞ്ഞേക്കാം. കോസ്റ്റിനെ 100 സങ്കല്പിക്കുക. പ്രോഫിറ്റ് 100 × 50 / 100. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് 50 വരും. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ 100 + 50 150. ഇനി ഇത് പെർസെൻറ്റേജിൽ എങ്ങനെ ആക്കാം? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് × 100. അപ്പോൾ പ്രോഫിറ്റ് 50 അല്ലേ? സെയിൽസ് 150 × 100 33. ഡി ആണ് ആൻസർ, 33.33%. അടുത്ത, വെൻ ദ പ്രൊപ്പറൈറ്റർ വിഡ്രാസ് ഗുഡ്സ് ഫ്രം ദ ബിസിനസ്. അതായത്
ബിസിനസ്, ഇതൊക്കെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇടയ്ക്കിട്ട് കേൾക്കുന്നവർ ഇത് കേൾക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, അവർക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം തൊട്ടേ ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് ഒരു പരിധി വരെ കുറച്ച് കാര്യങ്ങളൊക്കെ എങ്കിലും മനസ്സിലാവും. അത് ആദ്യം തൊട്ടേയുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിടാൻ നിങ്ങളുടെ ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരടുത്ത് പറയുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ബിസിനസ്സിൻ്റെ മുതലാളി തൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി, തൻ്റെ ഭാര്യയുടെ ആവശ്യത്തിന് വേണ്ടി, തൻ്റെ പിള്ളേരുടെ ആവശ്യത്തിന് വേണ്ടി, തൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടി പണമോ ഗുഡ്സോ പിൻവലിച്ചാൽ അതിനെ ഡ്രോയിങ് എന്ന് പറയും. ശ്രദ്ധിക്കണേ, ഒരു ബിസിനസ്സിൻ്റെ മുതലാളി തൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി, തൻ്റെ ഭാര്യയുടെ ആവശ്യത്തിന് വേണ്ടി, തൻ്റെ പിള്ളേരുടെ ആവശ്യത്തിന് വേണ്ടി പണമോ ഗുഡ്സോ പിൻവലിച്ചാൽ അതിനെ എന്തോന്ന് വിളിക്കൂടെ? ഡ്രോയിങ് എന്ന് പറയും. അപ്പം ഇവിടെ ഗുഡ്സ് പിൻവലിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ പണം പിൻവലിക്കുമ്പോൾ എങ്ങനെയാണ് ചെല്ലണ്ടി? പണ്ട് പറഞ്ഞ കാര്യങ്ങളെ ഒരിക്കൽ കൂടെ പറയുന്നു, ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. ബാങ്കിൽ നിന്ന് പിൻവലിക്കുവാണെങ്കിൽ എങ്ങനെയാണ് ചെല്ലണ്ടി? ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്. ഗുഡ്സാ പിൻവലിക്കുന്നത് എങ്ങനെയാണ് ചെല്ലണ്ടി? ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ്. ശ്രദ്ധിക്കണേ, ഇവിടെ നമ്മൾ ചോദ്യം നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഇത് അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ആ ജേണൽ എൻട്രി ആദ്യം ഒന്ന് മനസ്സിൽ പറയണം. ഗുഡ്സ് എടുത്തുകൊണ്ട് പോകുമ്പോൾ എങ്ങനെയാണ് ചെല്ലണ്ടി? ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ്. അപ്പം ഡ്രോയിങ്സിന് എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. പർച്ചേസിന് എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നു? ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ചോദ്യം എന്തുവാ? ക്രെഡിറ്റഡ് ടു എന്നാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാ? പർച്ചേസ്. ചിലരതൊന്നും ശ്രദ്ധിക്കത്തില്ല, ചില ഡ്രോയിങ്ങിനൊക്കെ കയറി എഴുതി കളയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളിത് തെറ്റാതിരിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, എൻ്റെ ജേണൽ എൻട്രി അങ്ങോട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. എങ്ങനെയാണ് ജേണൽ എൻട്രി മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്? ഗുഡ്സ് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി? ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ്. ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തേ? ഡ്രോയിങ്സിനെ. ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തേ? പർച്ചേസ്. ഇവിടെ ചോദ്യം എന്തുവാ? ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തെന്നാണ് ചോദ്യം. അപ്പം പർച്ചേസ്. എന്നാൽ ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തെന്നുള്ളതായിരുന്നു ചോദ്യമെങ്കിൽ എന്തോന്ന് എഴുതായിരുന്നു? ഡ്രോയിങ്സ് എന്ന ആൻസർ എഴുതായിരുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, റിട്ടേൺ ഇൻവേഡ്. റിട്ടേൺ ഇൻവേഡ് എന്ന് പറഞ്ഞാൽ അകത്തോട്ട് വന്നില്ലേ ഇവിടെ? റിട്ടേൺ ഇൻവേഡ് എന്ന് പറഞ്ഞാൽ അകത്തോട്ട് വന്നത് എന്തോ റിട്ടേൺ ആണ്? സെയിൽസ് റിട്ടേൺ. റിട്ടേൺ ഔട്ട് വേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തോട്ട് പോയതല്ലേ, പർച്ചേസ് റിട്ടേൺ. ക്യാരിയേജ് ഇൻവേഡ് എന്ന് പറഞ്ഞാൽ ക്യാരിയേജ്, അതായത് ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നതാണ്. ക്യാരിയേജ് ഔട്ട് വേഡ് ഞാൻ പറഞ്ഞു, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നതാണ്. ഇത് വേണമെന്ന് പറഞ്ഞ് നോട്ട് ചെയ്തേക്കണേ. ക്യാരിയേജ് ഇൻവേഡ്, ക്യാരിയേജ് ഓൺ പർച്ചേസ്, ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരുന്നത്. വേണമെന്ന് പറഞ്ഞ് നോട്ട് ചെയ്യുക. ഒരിക്കൽ കൂടി, ക്യാരിയേജ് ഇൻവേഡ്, ക്യാരിയേജ് ഓൺ പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ. ഇനി അടുത്ത പറയട്ടോ. ക്യാരിയേജ് ഔട്ട് വേഡ്, ക്യാരിയേജ് ഓൺ സെയിൽസ്, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്യാരിയേജ് ഔട്ട് വേഡ്, ക്യാരിയേജ് ഓൺ സെയിൽസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ഇനി ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. എന്തോ കണ്ടുപിടിക്കാനാണ് പറയുന്നത്? ഗ്രോസ് പ്രോഫിറ്റ്. ഒന്നുകിൽ നമുക്ക് അക്കൗണ്ട് വരച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ വഴി കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് ഒന്നുകിൽ ഇക്വേഷൻ വഴി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അക്കൗണ്ട് വഴി. ഇക്വേഷൻ വഴി എങ്ങനെ കണ്ടുപിടിക്കാം? ഗ്രോസ് പ്രോഫിറ്റ് ഈസിക്കൽ ടു, ശ്രദ്ധിക്കണേ, ഗ്രോസ് പ്രോഫിറ്റ് ഈസിക്കൽ ടു എന്താണ്? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഓപ്പണിംഗ് സ്റ്റോക്ക് എ പ്ലസ് പർച്ചേസ് എടുക്കുമ്പം ഈ റിട്ടേൺ ഔട്ട് വേഡ് കുറച്ചുള്ള പർച്ചേസ് ആണ് എടുക്കാൻ. കേൾക്കുന്നുണ്ടോ? പർച്ചേസ് എടുക്കുമ്പോൾ റിട്ടേൺ ഔട്ട് വേഡ് കുറച്ചുള്ള പർച്ചേസ് ആണ് എടുക്കാൻ. അപ്പോൾ എങ്ങനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് നിങ്ങൾ ചെയ്ത് നോക്കിക്കോണം. ഓപ്പണിംഗ് സ്റ്റോക്ക് എ പ്ലസ് പർച്ചേസ് എടുക്കുമ്പം റിട്ടേൺ ഔട്ട് വേഡ് കുറച്ച് പർച്ചേസ് എടുക്കണം, പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് എടുക്കുമ്പോൾ ഇവിടെ തെറ്റരുത്, ക്യാരിയേജ് ഇൻവേഡേ എടുക്കാവൂ. ഏതെടുക്കാവൂ? ക്യാരിയേജ് ഇൻവേഡേ എടുക്കാവൂ. കാര്യം എന്തുവാ? ക്യാരിയേജ് ഔട്ട് വേഡ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം അല്ല. ക്യാരിയേജ് ഔട്ട് വേഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ ക്യാരിയേജ് ഇൻവേഡേ എടുക്കാവൂ. അപ്പോൾ എങ്ങനെയാണ്? 1,80,000, പിന്നെ പർച്ചേസ് 3 ലക്ഷം അല്ലേ ഇവിടെ? 3,80,000 പോയ എത്ര? 2,92,000. ശരിയല്ലേ? അപ്പോൾ 2,92,000, 1,80,000, 7,500 കൂട്ടിയിട്ട് എന്ത് കുറയ്ക്കണം? ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഇനി ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ്? സെയിൽസ് ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അങ്ങ് കുറച്ചാൽ പോരെ. സെയിൽസ് എടുക്കുമ്പോഴേ ശ്രദ്ധിക്കണം, ആ റിട്ടേൺ ഇൻവേഡ് കുറച്ചുള്ള സെയിൽസ് വേണം എടുക്കാൻ. റിട്ടേൺ ഇൻവേഡ് കുറച്ചുള്ള സെയിൽസ് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും.
93,500. അടുത്തേ, errors can be detected before the preparation of trial balance, after the preparation of trial balance, but before preparation of final account, after the preparation of final account, error all of the above. എറർ എപ്പോൾ വേണമെങ്കിലും കണ്ടുപിടിക്കാം. എന്തായാലും തെറ്റുകൾ സംഭവിക്കുന്നത് ട്രയൽ ബാലൻസിന് മുമ്പോ പിമ്പോ എപ്പോൾ വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പോൾ ആൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. അടുത്ത, വെൻ ദർ ഈസ് എ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. എപ്പോഴാണ് നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്? അതിൻ്റെ ശ്രദ്ധിക്കണേ. ആദ്യം ഞാൻ ഫേവറബിൾ ബാലൻസ് പറയാം. നമ്മൾ വരയ്ക്കുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ് ഫേവറബിൾ ബാലൻസ്. പാസ്ബുക്കിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഫേവറബിൾ ബാലൻസ്. എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡായിരിക്കണം കൂടുതൽ. അപ്പോൾ ഫേവറബിൾ ബാലൻസ് ഞാൻ പറഞ്ഞു. ഒരിക്കൽ കൂടി ഫേവറബിൾ ബാലൻസ് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. നമ്മൾ വരയ്ക്കുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ബാങ്ക് അക്കൗണ്ടിന് എന്തൊരു ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസാണ് ഫേവറബിൾ. പാസ്ബുക്കിന് എന്താണ്? ക്രെഡിറ്റ് ബാലൻസ്. ഇതാണ് ഫേവറബിൾ ബാലൻസ്. ഇനി അൺഫേവറബിൾ ബാലൻസ് പറയാൻ പോവുക. അൺഫേവറബിൾ ബാലൻസിനെയാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അൺഫേവറബിൾ ബാലൻസിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്? അൺഫേവറബിൾ ബാലൻസിനെയാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അൺഫേവറബിൾ ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുന്ന ക്യാഷ് ബുക്ക്, അതിന് പകരം ബാങ്ക് അക്കൗണ്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കാമേ. ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ്. നമ്മൾ വരയ്ക്കുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ്. പാസ്ബുക്കിന് ഡെബിറ്റ് ബാലൻസ്. പാസ്ബുക്കിന് എന്താണ്? ഡെബിറ്റ് ബാലൻസ്. ഇതിനെയാണ് അൺഫേവറബിൾ ബാലൻസ് എന്ന് പറയുന്നത്. ഈ അൺഫേവറബിൾ ബാലൻസിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ഏതാ? ക്യാഷ് ബുക്കിന് ക്രെഡിറ്റ് ബാലൻസ്, പാസ്ബുക്കിന് ഡെബിറ്റ് ബാലൻസ്. ഇതാണ് അൺഫേവറബിൾ ബാലൻസ്. ഇതിനെയാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫേവറബിൾ ബാലൻസ് ഏതാടേ? അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറയുകയാണ്. അതല്ല ചോദ്യം. ഫേവറബിൾ ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ്, പാസ്ബുക്കിന് ക്രെഡിറ്റ് ബാലൻസ്. അടുത്ത, അഡ്ജസ്റ്റ്മെൻറ്റ്, ട്രാൻസ്ഫർ ആൻഡ് ക്ലോസിംഗ് എൻട്രീസ് ആർ റെക്കോർഡഡ് ത്രൂ. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയും ട്രാൻസ്ഫർ എൻട്രീസും ക്ലോസിംഗ് എൻട്രീസൊക്കെ ജേണൽ പ്രോപ്പറിലാണ് വരുന്നത്. അടുത്ത, ഫോളോയിങ് ലെഡ്ജർ ബാലൻസസ് എന്ത് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്? അവർ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്. അതൊക്കെ പറഞ്ഞവർ നല്ലതായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസിൽ എന്തൊക്കെയാണ് വരുന്നത്? ട്രയൽ ബാലൻസിൽ എന്തൊക്കെ വരും ഇവിടെ? പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഡെബിറ്റിൻ്റെ അവിടെ ഡെബിറ്റ് ബാലൻസ്. നേരത്തെ കഴിഞ്ഞ ക്ലാസ് ശ്രദ്ധിച്ചാൽ മതിയേ, അല്ലാത്തവർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. ഡെബിറ്റ് ബാലൻസ് വരുന്ന ഏതിനൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു. ഒന്നുകിൽ അസറ്റിനായിരിക്കും അല്ലെങ്കിൽ എക്സ്പെൻസിനായിരിക്കും. ക്രെഡിറ്റ് ബാലൻസ് വരുന്നത് ഏതിനാണ്? ഒന്നുകിൽ ലയബിലിറ്റിക്കായിരിക്കും അല്ലെങ്കിൽ ഇൻകത്തിനായിരിക്കും. അപ്പോൾ ട്രയൽ ബാലൻസ് ഇങ്ങനെ വരയ്ക്കുന്നത് പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. ഡെബിറ്റ് ബാലൻസ് വരുന്ന അസറ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ്. ക്രെഡിറ്റ് ബാലൻസ് വരുന്ന ലയബിലിറ്റി അല്ലെങ്കിൽ ഇൻകം. ഇനി ഓരോന്ന് പറയാൻ പോവാം. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് അല്ലയോ? അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ്, ഡെബിറ്റ് സൈഡ് എഴുതണം. ഓവർ ഡ്രാഫ്റ്റ് എന്താണ്? ഓവർ ഡ്രാഫ്റ്റ് ലയബിലിറ്റിയും ഇൻകത്തിനും ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് സൈഡ് എഴുതണം. അതായത് ക്രെഡിറ്റ് ബാലൻസ് എന്നുള്ള കോളത്തിൽ എഴുതണം. കമ്പ്യൂട്ടർ അസറ്റാണ്, അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പം ഡെബിറ്റ് ബാലൻസിൻ്റെ സൈഡ് എഴുതണം. അതായത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനൊക്കെ അറിയാം. പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്ത് കണക്ട് ചെയ്ത് വേണം ഇത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. എ സി ആൻഡ് ഓഫീസ് ഫർണിച്ചർ അസറ്റാണ്, അസറ്റിൻ്റെ ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസിൻ്റെ സൈഡിൽ വേണം അതിൻ്റെ എമൗണ്ട് എഴുതാൻ. ഫീസ് റിസീവ്ഡ് ഇൻകം. അപ്പോൾ ഇൻകവും ലയബിലിറ്റിയൊക്കെ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസിൻ്റെ അവിടെ എഴുതണം. ട്രാവലിംഗ് എക്സ്പെൻസ് എക്സ്പെൻസിനും അസറ്റിനും ഡെബിറ്റ് ബാലൻസ് ആണ്, ഡെബിറ്റ് സൈഡ് എഴുതണം. റെൻറ്റ്, അതായത് ഡെബിറ്റ് ബാലൻസ് എന്നുള്ള കോളത്തിൽ എഴുതണം. ഡെബിറ്റ് സൈഡ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, സോറി ഞാൻ പറഞ്ഞ തെറ്റിപ്പോന്നു. ഡെബിറ്റ് ബാലൻസ് എന്നുള്ള കോളത്തിൽ എഴുതണം. ആ ട്രയൽ ബാലൻസിൻ്റെ ഇതൊക്കെ നേരത്തെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്ത എന്താണ്? റെൻറ്റ്, റേറ്റ്, ടാക്സ്, ഇത് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് എഴുതണം. റെൻറ്റ് ഫ്രം സബ്ലെറ്റിംഗ്, അതായത് അതവിടെ ഇൻകോ ആണ്. ഇൻകോ ആകുമ്പം ഇൻകോ ലയബിലിറ്റി എവിടെ വരുന്നത്? ഇൻകോ ലയബിലിറ്റി ക്രെഡിറ്റ് ബാലൻസിൻ്റെ എവിടെ വരുന്നത്? ഇൻകോ ലയബിലിറ്റിയും ക്രെഡിറ്റ് ബാലൻസിൻ്റെ എവിടെ വരുന്നത്? ഇൻകവും ലയബിലിറ്റിയും ക്രെഡിറ്റ് ബാലൻസിൻ്റെ അവിടെ. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസിൻ്റെ അവിടെ എഴുതണം.
ക്യാപിറ്റൽ ലൈബിലിറ്റി അല്ലയോ, ക്യാപിറ്റൽ ലൈബിലിറ്റി ആകുമ്പം അത് കട്ട് ബാലൻസിൻ്റെ അവിടെ വരും. സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസാണ്. സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആകുമ്പോൾ എക്സ്പെൻസിനും അസറ്റിനും എന്തൊരു ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ ഡെബിറ്റ് സൈഡ് എഴുതണം. അപ്പം ഇത് ട്രയൽ ബാലൻസിൻ്റെ ടോട്ടൽ രണ്ട് സൈഡിലും ഡെബിറ്റ് ബാലൻസിൻ്റെയും കട്ട് ബാലൻസ് ടോട്ടൽ എത്ര വരും? 15,84,000. ചെയ്ത് നോക്കണം നിങ്ങൾ. 15,84,000 വരും. 15,84,000. അടുത്ത ടോട്ടൽ ഓഫ് പർച്ചേസ് റിട്ടേൺ ബുക്ക്. റിട്ടേൺ ബുക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റിട്ടേൺ ഔട്ട്വേഡ് ബുക്ക് അല്ലേ ഇവിടെ. അതിനൊരു എളുപ്പം വഴി ഞാൻ പറയാം. പർച്ചേസിന് ഡെബിറ്റ് അല്ലയോ, അങ്ങനെയാണെങ്കിൽ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റാണ്. അപ്പം ആൻസർ ക്രെഡിറ്റ് ഓഫ് റിട്ടേൺ ഔട്ട്വേഡ് ബുക്ക്. അതിൻ്റെ എളുപ്പം ഞാൻ പറഞ്ഞു, പർച്ചേസിന് ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ്. അപ്പോൾ ക്രെഡിറ്റ് ഓഫ് എന്താണ്? റിട്ടേൺ ഔട്ട്വേഡ് അക്കൗണ്ട്. അടുത്ത ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റിൽ നിന്ന് ലയബിലിറ്റീസ് കുറയ്ക്കുമ്പോൾ ക്യാപിറ്റൽ കിട്ടും. അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറയ്ക്കുമ്പം എന്തോ കിട്ടും? ക്യാപിറ്റൽ കിട്ടും. അതായത് അസറ്റ് ഈസിക്കൽ ടു ലയബിലിറ്റിയാണ്. ലയബിലിറ്റിയുടെ ഭാഗമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ ക്യാപിറ്റൽ കിട്ടും. ആണെങ്കിൽ മറ്റു കാര്യങ്ങൾ പറയാം. എ ഈസിക്കൽ ടു ഇ, ഇക്വിറ്റി എന്ന് പറയും. ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അപ്പം ലയബിലിറ്റിയിൽ വരുന്നതാണ് ക്യാപിറ്റലും ലയബിലിറ്റിയും. അപ്പം മൊത്തമുള്ള അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ ക്യാപിറ്റൽ കിട്ടും. അത് വെച്ചുള്ള മറ്റ് ഇക്വേഷൻസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അതെന്താണ്? സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ഗുഡ്സ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 50% ഓൺ സെയിൽസ്. 50% ഓൺ സെയിൽസ്. അപ്പം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുമ്പം എത്ര കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുമ്പോൾ എത്ര കിട്ടും? ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും കൂടെ ആഡ് ചെയ്തിട്ട് എന്തോ കുറയ്ക്കുക? ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് അവർ പറയുന്നത്. പ്രോഫിറ്റ് 50% ഓൺ സെയിൽസ്. 50% ഓൺ സെയിൽസ് ആണ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഞാൻ നേരത്തെ പറഞ്ഞോണം വേണ്ട, ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ചുമ്മാതെ വരയ്ക്കുക. വെറുതെ എന്തോ വരയ്ക്കുക? ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ, ശ്രദ്ധിക്കണേ, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ നേരെ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട. ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ചിലപ്പം തെറ്റും. എന്ത് ചെയ്യുക? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 80,000 എന്ന് എഴുതുക. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 80,000. ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ നേരത്തെ പറഞ്ഞവർ ശ്രദ്ധിച്ചവർ എഴുതിയാൽ മതിയേ, അല്ലാത്തവർക്ക് മനസ്സിലാവണമെന്നില്ല. പർച്ചേസ് അതും ഡെബിറ്റ് സൈഡിലല്ലോ, 2 ലക്ഷം. അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കണക്ക് ഞാൻ ഓൾറെഡി ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പർച്ചേസ് 2 ലക്ഷം. ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡ് എഴുതുക. ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡ് എഴുതുക. എത്രയാണ്? 90,000. ഇനി എന്തറിയത്തില്ല? സെയിൽസ് നമുക്ക് അറിയത്തില്ല. സെയിൽസ് അറിയാത്തതുകൊണ്ട് ശ്രദ്ധിക്കണേ, സെയിൽസ് നമുക്ക് അറിയത്തില്ല. സെയിൽസിനെ 100 അസ്യൂം ചെയ്യുക. സെയിൽസിനെ 100 അസ്യൂം ചെയ്യുക. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സെയിൽസിനെ എന്താട്ട് അസ്യൂം ചെയ്യുക? 100 അസ്യൂം ചെയ്യുക. എന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് എത്രയാണ്? 100 × 50/100. അപ്പോൾ പ്രോഫിറ്റ് 50. പ്രോഫിറ്റ് എത്രയാണ്? 50 മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തേ അറിയാൻ പറ്റൂ? കോസ്റ്റേ അറിയാൻ പറ്റൂ. അപ്പോൾ ഈ സെയിൽസിൽ തന്നിരിക്കുന്ന പാസൻറ്റേജ് എന്തിലാക്കണം? കോസ്റ്റിലാക്കണം. സെയിൽസിൽ തന്നിരിക്കുന്ന പാസൻറ്റേജ് കോസ്റ്റിലാക്കണം. അപ്പോൾ എങ്ങനെ കോസ്റ്റിലാക്കാൻ പറ്റും? സെയിൽസിൽ തന്നിരിക്കുന്ന പാസൻറ്റേജ് എന്തിലാക്കണം? കോസ്റ്റിലാക്കണം. അപ്പോൾ പ്രോഫിറ്റ് സെയിൽസിനെ 100 അസ്യൂം ചെയ്തു. പ്രോഫിറ്റ് 100 × 50/100. 100 × 50/100 50 വരും പ്രോഫിറ്റ്. ഇനി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ എന്തോ കിട്ടും? പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ എന്തോ കിട്ടും? സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് കുറയ്ക്കുമ്പം എന്തോ കിട്ടും? കോസ്റ്റ് കിട്ടും അല്ലേ? സെയിൽസ് എത്ര? 100. പ്രോഫിറ്റ് എത്രയുടെ? 50.
അപ്പോൾ കോസ്റ്റ് 50 വരും. കോസ്റ്റ് 50 വരും. സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ കോസ്റ്റ് 50 വരും. ഇനി ഈ പെർസെൻറ്റേജ് കോസ്റ്റിലാക്കണം. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്, ഇത് ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ നോട്ട് എഴുതി തയ്യാറാക്കണം. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഇൻറ്റു 100. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്രയാണ്? 50. പ്രോഫിറ്റ് 50. കോസ്റ്റ് എത്രയാണ്? 50 ഇൻറ്റു 100. അപ്പോൾ 50 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 100 എത്ര ശതമാനം വരും? 100% വരും. 100% വരും. ഇനി എന്ത് കണ്ടുപിടിക്കുക? 100% വരും. ഇനി എന്ത് കണ്ടുപിടിക്കുക? കോസ്റ്റ് കണ്ടുപിടിക്കുക. കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? കോസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 80,000 പ്ലസ് പർച്ചേസ് എത്ര? 2 ലക്ഷം പ്ലസ് പർച്ചേസ് 2 ലക്ഷം. അതിൽ നിന്ന് എന്തോ കുറയ്ക്കുക? ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. അപ്പോൾ 80,000-ഉം 2 ലക്ഷം കൊണ്ട് കൂട്ടുമ്പോൾ 2,80,000. 2,80,000-ൽ നിന്നും 90,000 കുറയ്ക്കുമ്പം എത്ര വരും ഇവിടെ? 1,90,000 വരും. ശരിയല്ലേ? 1,90,000. അപ്പോൾ കോസ്റ്റ് കിട്ടി. ഇനി കോസ്റ്റിൻ്റെ എത്ര ശതമാനം എടുക്കണം? പ്രോഫിറ്റ് 100%. കോസ്റ്റിൻ്റെ 100%. അപ്പം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,90,000 തന്നെ വരും. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,90,000 തന്നെ വരും. അപ്പോൾ ആൻസർ 1,90,000. ചിലർക്കത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്ന ഒരു ഡൗട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഇവിടെ പ്രോഫിറ്റ് തന്നിരിക്കുന്നത് സെയിൽസിൻ്റെ 50%. സെയിൽസ് നമുക്കൊട്ട് അറിയത്തുമില്ല. അതുകൊണ്ട് സെയിൽസിനെ നമ്മൾ 100 അസ്യൂം ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ വരച്ച് എഴുതിക്കോണം വേണമെന്നവർ. സെയിൽസിനെ 100 അസ്യൂം ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 100 ഇൻറ്റു സെയിൽസിന് എത്ര ശതമാനം? 50% അല്ലയോ? 100 ഇൻറ്റു 50 ഡിവൈഡ് ബൈ 100. 100 ഇൻറ്റു 50 ഡിവൈഡ് ബൈ 100 ആകുമ്പോൾ എത്ര വരും? 100 ഇൻറ്റു 50 ഡിവൈഡ് ബൈ 100 ആകുമ്പം 50 വരും. അപ്പോൾ പ്രോഫിറ്റ് കിട്ടി. ഇനി കോസ്റ്റ്, ചിലവെന്ന് പറയുന്നത് എപ്പോഴും എന്തുമായിരിക്കും? സെയിൽസിൽ നിന്ന് എന്ത് കുറയ്ക്കണം? പ്രോഫിറ്റ് കുറയ്ക്കണം. സെയിൽസിനെ നമ്മൾ എത്ര അസ്യൂം ചെയ്തേ? 100 അസ്യൂം ചെയ്തു. പ്രോഫിറ്റ് എത്ര കിട്ടി നമുക്ക്? 50. അപ്പോൾ 100 നിന്ന് 50 പോയാൽ എത്ര കിട്ടി? 50. അപ്പോൾ കോസ്റ്റ് എത്ര കിട്ടി? 50. ഇനി ഈ പെർസെൻറ്റേജ് കോസ്റ്റിലാക്കണം. അപ്പോൾ ചിലർക്കൊരു ഡൗട്ട്, എന്തിനാ സാറേ കോസ്റ്റിലാക്കുന്നേ? നമുക്ക് കോസ്റ്റേ അറിയാവൂ. ശ്രദ്ധിച്ചോണേ, നമുക്ക് എന്തേ അറിയാവൂ? കോസ്റ്റേ അറിയാവൂ. എന്തറിയത്തില്ല? സെയിൽസ് അറിയത്തില്ല. അതുകൊണ്ട് ഈ പെർസെൻറ്റേജ് കോസ്റ്റിലാക്കണം. പെർസെൻറ്റേജ് എങ്ങനെയാണ് കോസ്റ്റിലാക്കുന്നത്? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഇൻറ്റു 100. വേണമെന്നോ അതൊക്കെ നോട്ട് ചെയ്ത് എഴുതി വെച്ചോണം. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്ര? പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 50. കോസ്റ്റ് എത്ര? 50. കോസ്റ്റ് 50. അപ്പോൾ 50 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടി? 100%. ഇനി കോസ്റ്റ് നമ്മൾ റഫായിട്ട് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുന്നത് എങ്ങനെ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ലെന്ന് അസ്യൂം ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര? 80,000. പർച്ചേസ് എത്ര? 2 ലക്ഷം. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര? 90,000. അപ്പം 80,000-ഉം 2 ലക്ഷം കൊണ്ട് കൂട്ടി 90,000 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 1,90,000. 1,90,000-ൻ്റെ 100% തന്നെയാണ് ഇവിടെ പ്രോഫിറ്റ്. കാര്യം 1,90,000 എന്ന് പറയുന്നത് കോസ്റ്റാണ്. കോസ്റ്റിൻ്റെ എത്ര ശതമാനമാണ് പ്രോഫിറ്റ്? ശ്രദ്ധിക്കണേ, കോസ്റ്റിൻ്റെ 100% തന്നെയാണ് പ്രോഫിറ്റ്. അപ്പോൾ 1,90,000-ന് 100% എന്ന് പറയുമ്പോൾ 1,90,000 തന്നെ വരും. ആൻസർ ഇതൊക്കെ ആവശ്യമുള്ളവർ ചെയ്ത് നോക്കുക. അതായത് ഡിപ്രീസിയേഷൻ അറൈസസ് ഡ്യൂ ടു നമ്മൾ വാങ്ങിവെക്കുന്ന അസറ്റിൻ്റെ വാല്യൂവിൽ കുറവുണ്ടാകുന്നു. ഇതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വാങ്ങിവെക്കുന്ന അസറ്റിൻ്റെ വാല്യൂവിൽ കുറവുണ്ടാകുന്നു. ഇതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ അറൈസസ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ, പാസേജ് ഓഫ് ടൈം, ഒബ്സലസൻസ്. ഇതെല്ലാം ഡിപ്രീസിയേഷൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ ആൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. ആൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. അടുത്ത കോസ്റ്റ് ഓഫ് റിമൂവൽ ഓഫ് പ്ലാന്റ് ഫ്രം വൺ സൈറ്റ് ടു അനദർ സൈറ്റ്. അതായത് പ്ലാന്റ് ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിനെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. ഹ്യൂജ് എക്സ്പെൻഡിച്ചറിനെയാണ്, റവന്യൂ നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു ഹ്യൂജ് നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ ആണ്. അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കത്തില്ല. അതിന് പകരം ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ എഴുതി തള്ളിയിട്ട് ബാക്കി ബാലൻസ് ഷീറ്റിൽ പോകും. ഷീറ്റിലേക്ക് പോകും. ഇതാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പം ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ പ്രത്യേകത, മറ്റൊരു എക്സാമ്പിൾ ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ്സ്. നമ്മളൊരു സ്വർണ്ണക്കട ആരംഭിക്കുന്നു. അവിടെ എന്തോ കൊടുക്കുന്നു? ഒരു ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പം
ആ ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ് ഒരുമിച്ച് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചാൽ ആ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തായിട്ട് കാണിക്കും? ലോസ് ആയിട്ട് കാണിക്കും. അതുകൊണ്ട് ഇതിനെ ഒരു ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കി ഇതിൻ്റെ കുറച്ച് ഇതിൻ്റെ ബെനിഫിറ്റിൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സിലൂടെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നത്. നമ്പർ ഓഫ് ഇയേഴ്സിലൂടെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ എക്സ്പെൻഡിച്ചറിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതി തള്ളും. അൺറിട്ടേൺ ഓഫ് പോർഷൻ, നമ്മൾ എഴുതി തള്ളാത്ത പോർഷൻ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. ഇതിനെയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അത് ഞാൻ പിന്നീട് എൻ്റെ നോട്ടാക്കി തരാം. കോസ്റ്റ് ഓഫ് റിമൂവൽ ഓഫ് പ്ലാൻ ഫ്രം വൺ സൈറ്റ് ടു അനദർ, അതായത് പ്ലാന്റ് ഒരു സൈറ്റിൽ നിന്നും മറ്റൊരു സൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അടുത്ത ഫേവറബിൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഓഫ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, റോങ് പോസ്റ്റിംഗ് ഓഫ് 5000 ഡിപ്പോസിറ്റ് പോകണം. അത് ബാങ്ക് റീകൺസിഡർ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കണക്ക് പഠിപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. അത് ഞാൻ ബാങ്ക് റീകൺസിഡർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ട്രാൻസ്ഫർ എൻട്രി. ട്രാൻസ്ഫർ എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസ്ഫർ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റി. നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റി. ഇത് ട്രാൻസ്ഫർ എൻട്രി ആണ്. നെറ്റ് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യും. നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യും. നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യും. അത് എൻട്രി എൻട്രിയാണ്, ട്രാൻസ്ഫർ എൻട്രിയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു സാലറി എന്ന് പറഞ്ഞൊരു എൻട്രി കിടപ്പുണ്ട്. അത് എന്താണ്? ക്ലോസിംഗ് എൻട്രിയാണ്. അതൊക്കെ വേണമെങ്കിൽ നോട്ട് ചെയ്തേക്കണം. എന്തൊരു എൻട്രിയാണ്? ക്ലോസിംഗ്, അതായത് സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നു. മറ്റേതോ പ്രോഫിറ്റിൻ്റെ ബാലൻസ് എങ്ങോട്ട് കൊണ്ടുപോയി? ക്യാപിറ്റലിൻ്റെ കൂടെ കൊണ്ടുപോയി ആഡ് ചെയ്യും. ഇതാണ് ട്രാൻസ്ഫർ എൻട്രി എന്ന് പറയുന്നത്. അടുത്ത സാലറി അക്കൗണ്ട് അറ്റർ ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ്, അത് എന്താണ്? അഡ്ജസ്റ്റിംഗ് എൻട്രിയാണ്. പ്രീപെയ്ഡ് റെൻ്റ് അക്കൗണ്ട് അറ്റർ ടു റെൻ്റ് അക്കൗണ്ട്, അതും അഡ്ജസ്റ്റിംഗ് എൻട്രിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ സാലറി അക്കൗണ്ട് അറ്റർ ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്താണ്? അഡ്ജസ്റ്റിംഗ് എൻട്രി. പ്രീപെയ്ഡ് റെൻ്റ് അക്കൗണ്ട് അറ്റർ ടു റെൻ്റ്, അഡ്ജസ്റ്റിംഗ് എൻട്രി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു സാലറി അക്കൗണ്ട് എന്താണ്? ക്ലോസിംഗ് എൻട്രി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ്? ട്രാൻസ്ഫർ എൻട്രി. ഇപ്പോൾ അതിൻ്റെ ആൻസർ ട്രാൻസ്ഫർ എൻട്രി ആണ്. അടുത്ത നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ നിങ്ങൾക്കറിയാം. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അടുത്ത റിക്കവറി ഓഫ് ഡെപ്റ്റ്സ് പ്രീവിയസ്ലി റിട്ടേൺ ഓഫ് ബാഡ് ഡെപ്റ്റ്സ് ക്രെഡിറ്റഡ് ടു ബാഡ് ഡെപ്റ്റ്സ് റിക്കവേർഡ് അക്കൗണ്ട്. അതായത് പണ്ടങ്ങോ എഴുതി തള്ളിയ കിട്ടാക്കടം പിന്നെ കിട്ടി. അതായത് പണ്ടങ്ങോ എഴുതി തള്ളിയ കിട്ടാക്കടം ബാഡ് ഡെപ്റ്റ്സ് പിന്നെ കിട്ടി. അത് ഏത് അക്കൗണ്ടിലാണ് എഴുതുന്നത്? ബാഡ് ഡെപ്റ്റ്സ് റിക്കവേർഡ് അക്കൗണ്ടിലാണ് എഴുതുന്നത്. അടുത്ത ഗുഡ്സ് പർച്ചേസ്ഡ് ₹4 അത്രയാണ് 20,000 ഫ്രം ബി ആൻഡ് കമ്പനി വാസ് റെക്കോർഡഡ് ത്രൂ ദ സെയിൽസ് ബുക്ക്. ദ റെക്ടിഫിക്കേഷൻ ഓഫ് ദിസ് എറർ വിൽ റിസൾട്ട്. അത് എററൂടെ പഠിപ്പിച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ തൽക്കാലം ഡിക്രീസ് ഇൻ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ പഠിക്കുക. എറർ ബാങ്ക് റീകൺസിലേഷൻ എറർ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഫിക്സഡ് അസറ്റ്സ് ആർ ഹെൽഡ് ബൈ ഓർഗനൈസേഷൻ ഫോർ ജനറേറ്റിംഗ് ഇൻകം. അതായത് ഫിക്സഡ് അസറ്റ് നമ്മൾ വാങ്ങുന്നത് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അത് വിൽക്കുന്നതിന് വേണ്ടിയിട്ടല്ല. മനസ്സിലായല്ലോ? അപ്പം ജനറേറ്റിംഗ് ഇൻകം. അടുത്ത റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇതൊക്കെ ഇതിനകത്താണ് വരുന്നത്. അതായത് ഈ ഔട്ട്സ്റ്റാൻഡിങ് പ്രീപെയ്ഡ് ഇതെല്ലാം പേഴ്സണൽ അക്കൗണ്ടിലാണ് വരുന്നത്. നോട്ട് ചെയ്യണേ, അതൊക്കെ വേണമെന്ന് നോട്ട് ചെയ്തേക്കുക. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റവും പ്രീപെയ്ഡ് ഐറ്റവും ഒക്കെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അക്രൂഡ് ഇൻകം, അതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഞാൻ പഠിപ്പിക്കാം. അത് പഠിപ്പിച്ചിട്ടില്ല. ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് അഡ്ജസ്റ്റ്മെൻറ്റോട് പറയാനുണ്ട്. നമ്മൾ ഫൈനൽ അക്കൗണ്ടിൽ കണക്ക് ചെയ്തെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റോടെ പറയാം. റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ഇതൊക്കെ പേഴ്സണൽ അക്കൗണ്ടിലാണ് വരുന്നത്. ഏതൊക്കെയാണ് പേഴ്സണൽ അക്കൗണ്ട് വരുന്നതെന്ന് ഒരിക്കലും പറയാം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, അക്രൂഡ് ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, പിന്നെന്താണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇതെല്ലാം പേഴ്സണൽ അക്കൗണ്ടിലാണ് വരുന്നത്. അടുത്ത ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ആൻ അസറ്റ്സ്, ഇതിനകത്താണ് വരുന്നത് ജേണൽ പ്രോപ്പർ. അസറ്റ് വാങ്ങുന്നതൊന്നും ഡേ ബുക്കിലൊന്നും വരത്തില്ല, അപ്പോൾ ജേണൽ പ്രോപ്പറിലാണ് വരുന്നത്. അടുത്ത ട്രേഡർ ബോറോവ്ഡ് 7,20,000 ഫ്രം ബാങ്ക് ഓൺ 1/1/2015. ഹി റീപെയ്ഡ് 1,20,000, റീപെയ്ഡ് 1,50,000. ഇൻഡസ്ട്രി ചാർജ്ഡ്
ഇൻട്രസ്റ്റ് എമൗണ്ട് ഫോർ ദി ഇയർ 2015 വിൽ ബി, അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് പറയാം, ചെയ്ത് നോക്കണം. റെൻറ്റ് പെയ്ഡ് ടു ദ ലാൻഡ് ലോഡ് ഈസ് ഡെബിറ്റഡ് ടു ലാൻഡ് ലോഡ്സ് പേഴ്സണൽ അക്കൗണ്ട്. അതും എററുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. തൽക്കാലം ഞാനിത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം നമ്മളെ പഠിപ്പിക്കാത്ത ചില കാര്യങ്ങളാണ് കയറി വരുന്നത് കൂടുതലും. ബാക്കിയുള്ള ഭാഗം കൂടെ ക്ലിയർ ചെയ്തതിന് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇനി ക്ലിയർ ചെയ്യാനുള്ള പ്രധാനമായും ഒത്തിരി കാര്യങ്ങളുണ്ട്. ബാങ്ക് റീകൺസിലേഷൻ ഉണ്ട്, ഫൈനൽ അക്കൗണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, എറർ ഉണ്ട്. എററുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് താഴോട്ട് കിടക്കുന്നത്. അതൊന്നും ആൾറെഡി പഠിപ്പിച്ചില്ല. എററിൻ്റെ ചോദ്യങ്ങളെ, ബാങ്ക് റീകൺസിലേഷൻ, ഇതെല്ലാം അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ പറഞ്ഞിട്ട് നിങ്ങളുടെ സിലബസ് ഒന്നുകൂടെ കവർ ചെയ്തിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ ഒരു 10-27 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ബാലൻസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.